നമസ്കാരം. ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം മുക്കാൽ നക്ഷത്രക്കാർക്ക് 2025 രാജയോഗം വന്നു ഭവിക്കുന്നു. ചിങ്ങം രാശിയിൽപ്പെട്ട ഉത്രം കാലും മുക്കാലും ഉണ്ട്. ചിങ്ങം കന്നി രാശിയിൽപ്പെട്ടവരുണ്ട്. ഈ ചിങ്ങം രാശിക്കാർക്ക് ശനി അഷ്ടമത്തിലേക്കാണ്, വ്യാഴം അവർക്ക് അനുകൂലത്തിലേക്കാണ്. എങ്കിലും 8ലാണ് ശനിയെങ്കിലും അഷ്ടമത്തിലാണ് ശനിയെങ്കിലും ഇവർക്ക് ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൈവരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് 2025. എന്നാലും ഇവർക്ക് ഒരു അടിപൊളി വർഷം തന്നെയായിരിക്കും 2025 എന്ന് പറയുന്ന ചിങ്ങം രാശിക്കാർക്ക്. പൊതുവിൽ എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ കഴിയുന്ന ഒരു വർഷമാണ് ഈ പറയുന്ന 2025 ചിങ്ങം രാശിക്കാർക്ക്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവർക്ക് ഭക്ഷണപാനീയങ്ങളിൽ നിന്നുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ആ രീതിയിൽ, അതായത് ഫുഡ് പോയ്സണൊക്കെ വന്നു ഭവിക്കാനും ഫുഡ് പോയ്സൺ മൂലം ചിലപ്പോൾ ആശുപത്രി വാസമൊക്കെ വരാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഭക്ഷണമൊക്കെ കഴിക്കാൻ. 2-3 ദിവസം പഴകിയ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഭക്ഷണ കാര്യത്തിൽ വളരെ ശ്രദ്ധ പതിപ്പിക്കുക, ആരോഗ്യ കാര്യത്തിലൊക്കെ ശ്രദ്ധ പതിപ്പിക്കുക. ആരോഗ്യം ശരിയല്ലാണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ 2025 വരാൻ പോകുന്ന ഭാഗ്യാനുഭവങ്ങളൊന്നും ചിലപ്പോൾ അനുഭവിക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങളൊക്കെ കഴിക്കുമ്പോഴും വിഷാംശങ്ങളൊക്കെ അകത്ത് ചെല്ലാതിരിക്കാൻ വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിവാഹം നടക്കാതിരുന്നവർക്ക് പുനർവിവാഹമാണെങ്കിലും ആദ്യ വിവാഹമാണെങ്കിലും, പ്രത്യേകിച്ച് ചിങ്ങം രാശിയിൽപ്പെട്ട മകം നക്ഷത്രക്കാർക്ക് ഏതാണ്ട് 20, 23, 24 വയസ്സിനുള്ളിൽ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ അവർക്ക് വളരെ ലേറ്റ് മാരേജാണ് സാധാരണ നടക്കാറ്. ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ ഇവരുടെ വിവാഹം താമസിക്കാം. അപ്പോൾ അങ്ങനെ വിവാഹം ആദ്യമായിട്ട് നടക്കാത്തവർക്കും പുനർവിവാഹം ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഈ 2025 നല്ലൊരു ബന്ധം വന്നു ചേരാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. അതിന് ജാതകവശാലോ അന്തർദശാകാലോ ഒക്കെ നിങ്ങൾക്ക് അനുകൂലമാണോ എന്ന് നോക്കുക. നിങ്ങളുടെ വിവാഹ യോഗത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. അതൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ അതിനുള്ള പരിഹാരങ്ങളും പ്രാർത്ഥനകളൊക്കെ ചെയ്തു വെച്ചിട്ട് നല്ലൊരു വിവാഹയോഗത്തിന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കുക. 2025 നിങ്ങൾക്ക് നല്ല വിവാഹാലോചനകൾ വരികയും നല്ല വിവാഹം, നല്ല ദാമ്പത്യം, നല്ല പങ്കാളിയൊക്കെ കിട്ടാനൊക്കെ യോഗം കാണുന്നുണ്ട്. അതിനുള്ള യോഗം ഉണ്ടോ എന്ന് കൂടി നിങ്ങൾ ജാതകവശാലൊന്ന് പരിശോധിക്കാം. അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി, സാമ്പത്തികമായിട്ട് കയ്യിലുണ്ടായിരുന്ന പൈസയൊക്കെ നഷ്ടപ്പെട്ട് ഒന്നും ഇല്ലാതിരിക്കുന്നവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി പലയിടത്തു നിന്നും സാമ്പത്തിക സഹായങ്ങളൊക്കെ ലഭിക്കാനുള്ള വസ്തുവൊക്കെ ഉണ്ടെങ്കിൽ അത് വിറ്റ് സാമ്പത്തികം ലഭിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വാടക ഇനത്തിലൊക്കെ വാടക കിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ വാടക ഇനത്തിലൊക്കെ വാടക വന്നു ചേരുക. കാരണം നേരത്തെ കിട്ടാതിരുന്ന ആ സാമ്പത്തിക ലാഭം അതുമൊക്കെ ഇപ്പോൾ വന്നു ചേരുന്നുണ്ട്. പൊതുവിൽ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളാണ് നമുക്ക് ഈ വർഷം ലഭിക്കാൻ പോകുന്നത്. ചിങ്ങം രാശിക്കാർക്ക് ദമ്പതികൾ ഒരുമിച്ച്, അതായത് പ്രായമായവരാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും ഇതുവരെ ഒരുമിച്ച് പോകാതിരുന്ന ദമ്പതികളൊക്കെ ഒരുമിച്ച് പുണ്യക്ഷേത്ര ദർശനങ്ങളോ വിനോദയാത്രകളൊക്കെ പോവുക. ദമ്പതികൾ ഒരുമിച്ച്, ഇപ്പം ഒരാൾ വളരെ ദൂരെ ഒരാൾ വേറൊരിടത്തുവാണെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചൊരു താമസം ഒരുമിച്ചാക്കുന്ന ഒരുമിച്ചുള്ള താമസമൊക്കെ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ ഒരാൾ ഡൽഹിയിലും ഒരാൾ കേരളത്തിലാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ചൊരിടത്തേക്കുള്ള താമസങ്ങളൊക്കെ യോജിപ്പിച്ചു കൊണ്ടുപോവാം. അതുപോലെ തന്നെ പൊതുവെ നല്ല ഒരു രാജയോഗമായിട്ട് ഇവർക്ക് വന്ന് ഭവിക്കുന്ന ഒരു വർഷമാണ് ഈ 2025 എന്ന് പറയുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ചെറുകിട കച്ചവടമൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നൊരു വർഷമാണ് ഈ 2023, 24 വർഷമൊക്കെ. അപ്പോൾ അവർക്ക് ഈ 2025 ശനിയുടെ മാറ്റം മാത്രം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെങ്കിലും അവർക്ക് വ്യാഴവും അതുപോലെ തന്നെ വ്യാഴ ശുക്ര സംയോഗമൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഇവർക്ക് നേട്ടങ്ങളുടെ ഒരു കാലയളവ് തന്നെയാണ്. തീർച്ചയായിട്ടും 2025 ചിങ്ങം രാശിക്കാർക്ക് ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുതരുന്ന ഒരു വർഷമാണ്. അത് ഉണ്ടാകാനും അതിനെന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറ്റാനൊക്കെ ആയിട്ട് നിങ്ങൾ പുണ്യക്ഷേത്ര ദർശനമോ വീടിനടുത്തുള്ള ഏതെങ്കിലും വീടിന് ഏറ്റവും അടുത്തുള്ള ക്ഷേത്രം ഏതാണെങ്കിലും, അത് ശിവനായാലും കൃഷ്ണനായാലും അതുപോലെ തന്നെ ഭഗവതി ആയാലും ആരായാലും ഹനുമാനാണെങ്കിലും എല്ലാ ദിവസവും പറ്റുമെങ്കിൽ എല്ലാ ദിവസവും രാവിലെ കാലഹോരകളിൽ ക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ ശനിയാഴ്ച ദിവസങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനായിട്ട്, അഷ്ടമത്തിലെ ശനി ദോഷം ചെയ്യാനാതിരിക്കാനായിട്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താ ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുക. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ശാസ്താ മന്ത്രങ്ങൾ ജപിക്കുക, കാക്കയ്ക്ക് ചോറ് കൊടുക്കുക, ദർപ്പണം ചെയ്യുക. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അമാവാസിയിൽ പിതൃപിണ്ഡം വയ്ക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിരന്തരമായിട്ട് ചെയ്യുന്നത് കൊണ്ട്, ഗുരുവായൂർ അമ്പലം പോലെയുള്ള ക്ഷേത്ര ദർശനങ്ങളൊക്കെ നിങ്ങൾ നടത്തുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഈ 2025 എന്ന് പറയുന്ന വർഷം ചിങ്ങൻ രാശിക്കാർക്ക് നേട്ടങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ഷേത്ര ദർശനങ്ങൾ കൊണ്ട്, കാരണം ഏറ്റവും കൂടുതൽ ഇപ്പോൾ മകം നക്ഷത്രക്കാരൊക്കെ ആണെങ്കിൽ
അവരുടെ ഇത് ദേവതയാണ്, പിതൃക്കളാണ്. അപ്പോൾ പിതൃദേവതയെ നമ്മൾ ഭജിക്കുക, പിതൃക്കളെ പൂജിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് നേട്ടങ്ങൾ കൂടുതലായിട്ട് സാമ്പത്തികമായിട്ടാണെങ്കിലും കുടുംബപരമായിട്ടാണെങ്കിലും സന്താനങ്ങളെ കൊണ്ടാണെങ്കിലും കൂടുതൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു വർഷമാണ്. വിദേശത്തൊക്കെ പോകാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഈ 2025 വഴിയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കഠിന പരിശ്രമവും അശ്രാന്ത പരിശ്രമവും സന്തോഷമായിട്ട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഒരു മെൻ്റൽ ആറ്റിറ്റ്യൂഡിൽ എല്ലാ കാര്യങ്ങളും നേരിടാൻ കഴിയുകയാണെങ്കിൽ 2025 ഈ രാശിക്കാർക്ക് നേട്ടങ്ങളുടെ ഒരു കാലയളവ് തന്നെയായിരിക്കും.